ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമുക്കിന്ന് അത്യാവശ്യം ട്രേഡുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫ്രീ ഗ്രൂപ്പിൽ. പിന്നെ ഞാൻ നല്ല പറഞ്ഞ പോലെ ഫ്രീ ഗ്രൂപ്പ് നമ്മൾ 10 രൂപ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, ഞാൻ നല്ല പറഞ്ഞായിരുന്നു. ഓപ്ഷൻസ് ട്രേഡിങ്ങിൽ നിങ്ങളുടെ വ്യൂ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ സ്ട്രൈക്കിൻ്റെ വില പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തിരിയോടെയും പ്രോഫിറ്റുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഏതെങ്കിലും ബ്രേക്ക് ഔട്ടുകളോ ഏതെങ്കിലും പാറ്റേൺ ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ഇന്നലത്തെ ഹൈ ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട്, ഇങ്ങനത്തെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാകുന്ന നേരത്ത് നിങ്ങൾക്ക് സ്ട്രൈക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്ട്രൈക്കാണ് എടുക്കേണ്ടത്, ആ സ്ട്രൈക്കിലത്തെ ഏത് വിലയിലാണ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് DM ചെയ്യുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മൾ മാർക്കറ്റ് ടൈമിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ട് വെക്കുന്നത്. ഇന്ന് നമ്മളത് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുറേ ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പ്രോഫിറ്റ് ആയവരുണ്ട്. ഇന്ന് നല്ല ടൈം ഡേക്കുള്ള ദിവസമായിരുന്നു. നമുക്ക് ആദ്യത്തെ ട്രേഡ് തന്നെ ഒരു SL ആണ്. തീറ്റടിക്ക് തന്നെയാണ് അവിടുത്തെ പ്രശ്നം വന്നേക്കണത്. അതുകൊണ്ടാണ് SL പോയത്. നിഫ്റ്റിയിൽ നിന്ന് ആ ഒരു ട്രേഡ് മാത്രമായിരുന്നില്ല, വേറെയും പല ട്രേഡുകളും ഉണ്ടായിരുന്നു. പക്ഷെ അവിടേക്ക് മെയിൻ പ്രശ്നം അയക്കുന്നത് ഈ തീറ്റടിക്ക് തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്കൊരു 10 പോയിന്റ് അതിൻ്റെ കൂടുതലോ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലും ടാർഗറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. മിനിമം ഒരു 1:2, 1:3, 1:4 ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു ഫുൾ ടാർഗറ്റും കിട്ടിയിട്ടുണ്ട്. ഫുൾ ടാർഗറ്റ് കിട്ടിയത് ഫ്രീ ഗ്രൂപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ള ഇന്നത്തെ കാര്യങ്ങൾ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീ ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് ഞാനന്ന് രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിഫ്റ്റി ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബാങ്ക് നിഫ്റ്റി ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ലെവൽസ് തന്നെയാണ് എല്ലാവർക്കും അതിൽ ട്രേഡ് ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? ഇന്നലത്തെ ലെവൽസ് തന്നെയാണ് ഇന്നും മാർക്കറ്റ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ബയേഴ്സ് ലോസ്, സെല്ലേഴ്സ് റിയേഷൻ. നിങ്ങൾ വിക്കുകൾ നോക്കുക, വിക്കുകൾ കൂട്ടില്ല. വിക്കുകൾ എന്ന് പറഞ്ഞാൽ കോല് പോലെ നിൽക്കുന്ന സംഭവമാണ് വിക്ക്. നമുക്ക് ബോഡി ക്ലോസ് ആണ് ഇമ്പോർട്ടൻറ്റ്. റെഡ് ക്യാനലിൻ്റെ ബോഡി, ഗ്രീൻ ക്യാനലിൻ്റെ ബോഡി, അപ്പോഴാണ് നമുക്ക് ആക്റ്റീവ് ആവുള്ളൂ. പിന്നെ നമുക്ക് ഡിമാൻഡ് പ്രൈസാണ് നോക്കുന്നത്. 182.40 പ്ലസ് 182.40 ഞാൻ മേടിക്കാൻ പറഞ്ഞത്. 158 അത് റെഡ് ക്യാനിൽ ലോസിങ് വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആ ഒരു സ്പേസിനാണ് ഡിമാൻഡ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ സോണിലാണ് നമുക്ക് മേടിക്കാൻ പറ്റുക. അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡർ 182 നമുക്ക് മേടിക്കാം ലിമിറ്റ് ഓർഡറിന്. പിന്നെ നമ്മൾ പ്രൈസ് ആക്ഷൻ റൂൾസ് ആണ് ഫോളോ ചെയ്യുന്നത്. എൻട്രി പോയിന്റ് നമ്മൾ നോക്കുക. ഈ എൻട്രി പോയിന്റ് ഈ എൻട്രിയാണ് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിലല്ലാതെ ഞാൻ ഇടുന്നത്. ഈ എൻട്രികളിലാണ് നിങ്ങൾ ബൈയിങ് സെല്ലിങ് ഒക്കെ ചെയ്യണത്. ഓക്കെ, നമ്മൾ ആ ഒരു റൂൾ മാത്രമാണ് ഫോളോ ചെയ്യുന്നത്, പ്രൈസ് ആക്ഷൻ്റെ. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സാമ്പിളും കൂടി ഒന്ന് നോക്കുക, നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ നമുക്കുണ്ടായിരുന്നത് 23.150 P, 23.200 C, 48.800 C, 48.800 P. ഇത്രയും ട്രേഡുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഞാൻ രാവിലെ 8:00 തന്നെയാണ്. നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ആപ്പിൽ ഇതൊക്കെ വരച്ച് വെക്കുക. കറക്റ്റായിട്ട് ക്യാൻഡിൽസ് വരുന്ന നേരത്ത് ട്രേഡ് എടുക്കുക. ബയേഴ്സ് ലോസ്, സെല്ലേഴ്സ് റിജക്ഷൻ, ദെൻ ഡിമാൻഡ് പ്രൈസ് അല്ലെങ്കിൽ ലിമിറ്റ് പ്രൈസ് ബൈ. ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പ്രോഫിറ്റ് വന്നോളൂ കേട്ടോ. ഇനി നമുക്ക് ഫസ്റ്റ് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത് 48.800 Pയിലാണ്. 9:17 അത് ആക്റ്റീവ് ആയിരിക്കുന്നത്. നമുക്ക് ആ ട്രേഡിലേക്ക് പോകാം. 48.800 P. ഇതാണ് നമ്മുടെ 48.800 P. 23 ഡേറ്റ്. കറക്റ്റ് ബയേഴ്സ് ലോസ്, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്ത് ഡിമാൻഡിൽ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഒരു 20-22 രൂപ ഡിമാൻഡിൽ നിങ്ങൾക്ക് കിട്ടണത്. ഇത് എടുത്തവരുണ്ടാവും, എടുക്കാത്തവരുണ്ടാവാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഹയസ്റ്റ് ഡിമാൻഡ് തന്നെയാണ് വരുന്നത്. നമ്മൾ 30 പോയിന്റാണ് സെല്ലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 20 പോയിന്റ് ഗ്യാപ്പിനത് കിട്ടുന്നുണ്ട്. ഇത് 1:3 കണ്ടിട്ടുള്ള ട്രേഡാണ്. 75 പോയിന്റുള്ളത് മൂവ് ചെയ്തിട്ടുണ്ട്. 60 പോയിന്റാണ് 1:3. അപ്പോൾ 60 പോയിന്റ് കൂട്ടുണ്ടോ, 75 പോയിന്റുള്ളത് മൂവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്കുണ്ടായിരുന്ന ഒരു ട്രേഡ്. P സൈഡിലാണ് ഫസ്റ്റ് വന്നത്. ബാങ്ക് നിഫ്റ്റിയിലാണ് നമുക്ക് ഫസ്റ്റ് ട്രേഡ് വന്നേക്കണത്. ഈ ട്രേഡ് എടുത്തവർ ഉണ്ടാവാം, മനസ്സിലായില്ലേ? ഫസ്റ്റ് ട്രേഡാണ്. ഇതാണ് ഗ്രൂപ്പിലത്തെ ഫസ്റ്റ് ട്രേഡ്. അപ്പോൾ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. പിന്നെ നമുക്ക് ആക്റ്റീവ് ആയത് 23.150 P ആണ്, നിഫ്റ്റിയിലാണ്. അതെന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അത് ഇത്തിരി പ്രോബിലിറ്റി കുറവുണ്ട്. അപ്പോഴേക്ക് കുറച്ച് ലോസിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ചിലർക്ക് കോസ്റ്റ് ചോയ്സിൽ വേണ്ടാവും, ചിലർക്ക് ഒരു 4 പോയിന്റ് 5 പോയിന്റ് ലോസിലാവും ബുക്ക് ചെയ്യുന്നുണ്ടാവുക. അതങ്ങനെ 10 പോയിന്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്തിട്ട് 5 പോയിന്റ് തന്നെ അത് ക്ലോസ് ചെയ്യിച്ചു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് കയറി റീ എൻട്രിയിൽ നമുക്ക് 10 പോയിന്റ് ലോസും വന്നിട്ടുണ്ട്. കറക്റ്റ് 10 പോയിന്റ് അവിടെ അടിച്ചും പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ട്രേഡ്. ബയേഴ്സ് ലോസ് ചെയ്തു, പിന്നെയും ബയേഴ്സ് ലോസ് ചെയ്തു, പിന്നെ സെല്ലേഴ്സ് റിജക്ട് ചെയ്തു. പിന്നെ ലിമിറ്റ് ഓർഡർ നിന്ന് എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ നിന്ന് എടുക്കണവർക്ക്, കറക്റ്റ് ഈ ഗ്രീൻ ക്യാൻഡിൽ നിന്ന് എടുക്കണവർക്ക് ഒരു കുറച്ച് പോയിന്റ്, ഒരു 6 പോയിന്റ് കണ്ടിട്ട് പിന്നെ അത് അടിയിലേക്ക് നേരെ വരുമായിരുന്നു. അപ്പോൾ ഈ ലിമിറ്റിൻ്റെ അടിയിൽ ബോഡി ലോസ് ഇന്നോട് വിട്ടിട്ട് അത് വിറ്റോളാം ഞാൻ പറഞ്ഞത്, ലിമിറ്റിൻ്റെ അടിയിൽ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ ലിമിറ്റിൽ എടുത്തവരുണ്ടാവില്ല. ചിലവർ ലിമിറ്റിലേക്ക് നോക്കിയിരിക്കുന്നവരുണ്ടാവും. അവർ ഓട്ടോമാറ്റിക്കലി അത് എസ്കേപ്പ് ആയിട്ടുണ്ടാവും. ബാക്കി ലിമിറ്റിൻ്റെ അടിയിൽ ഞാൻ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവിടെ ഒരു 5 പോയിന്റ് 6 പോയിന്റ് വ്യത്യാസമുണ്ട്. എങ്ങനെ നോക്കിയാൽ ഈ ട്രേഡ് ഒരു 64-നും 63-നും ഈ 2 വിലയ്ക്ക് എല്ലാവർക്കും കിട്ടും.
അങ്ങനെയാണെങ്കിൽ ഈ ബോഡി ലോസ് വന്നത് 59. അപ്പോൾ ഒരു 4 പോയിന്റ് അല്ലെങ്കിൽ 3 പോയിന്റ് സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുള്ളൂ. ലിമിറ്റിൽ എടുക്കാൻ നിൽക്കുന്നവരോട് ഞാൻ പണ്ടായിരുന്നു ലിമിറ്റിൽ എടുക്കണ്ട, സീനാവെന്ന് പണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തിട്ടുണ്ടാവില്ല വിചാരിക്കും. പിന്നെ റീ എൻട്രി ആണ്. കറക്റ്റ് ഇവിടെ ബയേഴ്സ് കയറി, സെല്ലേഴ്സ് ഇവിടെ കറക്റ്റ് ഒരു ഡോജി, ഇത് സെല്ലേഴ്സ് ക്ലോസ് ചെയ്തു. പിന്നെ റീ എൻട്രി ആണ്. പിന്നെ ഇത് ഡയറക്റ്റ് 10 പോയിന്റ്, ഇത് 10 പോയിന്റ് കറക്റ്റ് എസ് എല്ലാണ്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ 10 പോയിന്റ് അവിടെ പോയിട്ടുണ്ട്. കറക്റ്റ് എസ് എൽ അതിലാണ് വന്നത് 10 പോയിന്റ്. പിന്നെ നമുക്ക് ആക്റ്റീവ് ആയിട്ട് 23,200 സി ആണ്. 51 അതിൻ്റെ വില കേട്ടോ. ഇതിലും 2 എൻട്രി ഉണ്ടായിട്ടുണ്ട്. 23,200 സിയിൽ 2 എൻട്രി ഉണ്ട്. ഒന്നാമത്തെ എൻട്രി എന്ന് പറഞ്ഞാൽ ഇതാണ്, ബയേഴ്സ് ക്ലോസ് ചെയ്തു. അതായത് ബയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്തു. ഇവിടെ തന്നെ എടുക്കാം. ഞാൻ 47 പിടിക്കാൻ പറഞ്ഞാണ്, 52 തന്നെ എടുക്കാം. മനസ്സിലായില്ലേ? ഇതൊരു 10 പോയിന്റ് കറക്റ്റ് 10 പോയിന്റ് പോയിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ അത് എസ് എല്ലിലേക്ക് വരികയായിരുന്നു. കറക്റ്റ് 10 പോയിന്റ് പോയിട്ട് എസ് എല്ലിലേക്ക് വരുമായിരുന്നു. അവിടെ ബുക്ക് ചെയ്തവരുണ്ടെങ്കിൽ പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. ചിലർക്കത് ബുക്ക് ചെയ്യാൻ വരുന്നുണ്ടാവില്ല, കുഴപ്പമില്ല. ഇതേ എൻട്രി നമുക്ക് പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു. അതായത് റീ എൻട്രി തന്നെയാണ് ഇതും. ഇവിടെ ബയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇവിടെ നോക്കുക നിങ്ങൾ. ഇവിടെ ബയേഴ്സ് ഇവിടെ ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ചെയ്തു. ബയേഴ്സ് പിന്നെ ക്ലോസ് ചെയ്തു, സെല്ലേഴ്സിൻ്റെ മുകളിൽ ക്യാരി ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ എൻട്രി ഇവിടെ ആക്ടിവേറ്റ് ആയി കേട്ടോ. ഇവിടെയാണ് ആക്ടിവേറ്റ് ആയിക്കണത്. പിന്നെ എല്ലാവർക്കും ഈ പ്രൈസ് ലിമിറ്റിൽ കിട്ടും. മനസ്സിലായാലേ? ഈ പ്രൈസ് പിന്നെ എല്ലാവർക്കും ലിമിറ്റിൽ കിട്ടും. റീ എൻട്രി ആണ് ഇത്, അത് മനസ്സിലാക്കുക. ബയേഴ്സ് ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് ഇവിടെ അടിയിൽ ക്ലോസ് ചെയ്തു, അപ്പോൾ എൻട്രി ഇല്ല. ബയേഴ്സ് പിന്നെ മുകളിൽ ക്ലോസ്, സെല്ലേഴ്സ് ഇവിടെ കറക്റ്റ് ബോഡി ക്ലോസ് നമ്മുടെ ലെവലിൻ്റെ മുകളിൽ ചെയ്തു. പിന്നെ അവിടെ എൻട്രി ആണ്, ലിമിറ്റിൽ എല്ലാവർക്കും കിട്ടും. ഈ എൻട്രി ഒരു 17 പോയിന്റിന് മുമ്പാണ് കാണുന്നത്. 17 കൂട്ടണ്ട, 10 പോയിന്റ് കറക്റ്റ് കൂട്ടുക. പിന്നെ അത് കുറേ നേരം നിന്നു. പിന്നെയും എടുത്തവർക്ക് അടിയിൽ നിന്ന് വേറെ എൻട്രി എടുത്തവർക്ക് ഉണ്ടെങ്കിൽ അവർക്കും 10 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ടാവണം. മനസ്സിലായില്ലേ? അപ്പം 2 വട്ടം അത് ഒരു മൂവ്മെൻറ്റ് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ അതാണ് എസ് എല്ലിക്ക് വന്നത്. ബേസിക്കലി നമ്മൾ ഒന്ന് എക്സ്പയറി ഡേയിലാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഡേക്ക് അടിക്കും. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അവസാനം പറഞ്ഞതാണ്, ഇന്നത്തെ ഒരു പ്രശ്നമാണ്. അപ്പോൾ 10 പോയിന്റ് കിട്ടുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുക. ഈ 10 പോയിന്റ് കിട്ടുന്ന സമയത്തുള്ള ടെക്നിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾക്ക് ബ്രോക്കറേജ് മാത്രമേ പോവുള്ളൂ. നിങ്ങൾ അങ്ങനെ ട്രേഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എളുപ്പമാണ് കാര്യങ്ങൾ. പിന്നെ നമ്മൾ 48,800 സിയിലാണ്. 491 നെക്സ്റ്റ് പ്രൈസ് ഞാൻ കൊണ്ടായിരുന്നു. 491 ആക്റ്റീവായിട്ട് പിന്നത്തെ ക്യാൻഡലിൽ തന്നെ 1:1 ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. 48,800 സി. ഇതാണ് ട്രേഡ്. ഇവിടെ സെല്ലേഴ്സ് ക്ലോസിങ് കൂടിയാണ് വന്നേക്കണത്. ഇനിയിപ്പോൾ ഇത് ഇത്തിരി മുകളിലാണ് കിട്ടിയാന്ന് നോക്കി. ഇപ്പോൾ ഒരു 477, 511. അപ്പോൾ കറക്റ്റ് ഒരു 34 ഇവിടെ ഗ്യാപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ എസ് എൽ കൊടുക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? അവിടെ 1:1 കിട്ടി, ഞാൻ ഇട്ടു. ഇത് വേണമെങ്കിൽ ഇത്തിരി വെയിറ്റ് ചെയ്ത് അടിയിലേക്ക് വരേണ്ടത്. പിന്നെ കറക്റ്റായിട്ട് കുറച്ച് മൂവ്മെൻ്റ് മുകളിലേക്ക് പോയിട്ട് പിന്നെ അടിയിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊടുക്കാം കറക്റ്റായിട്ട്. ഈ എസ് എല്ലിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അടിയിലേക്ക് വെക്കുകയും ചെയ്യാം 30 പോയിന്റിന്. എന്നിട്ട് നോക്കിയാലും മതി, ഒരു പ്രശ്നവുമില്ല. നമുക്ക് ആക്റ്റീവായിട്ട് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കിവിടെ ബയേഴ്സ് ക്ലോസ് ചെയ്തിട്ട് സെല്ലേഴ്സ് റേറ്റ് നമുക്ക് കണ്ടീഷൻ ആക്റ്റീവായി. ഈ ആക്റ്റീവായിട്ട് ക്യാൻഡിൽസ് മുകളിൽ പോയിട്ട് പെട്ടെന്ന് ഒരു അടിയിലേക്ക് ഒരു ഡിപ്പ് കണ്ടില്ലേ? ഈ പെട്ടെന്ന് കിട്ടുന്ന ഡിപ്പ് വരികയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. അതാണ് വേറൊരു ഐഡിയ എൻ്റെ ഉള്ളിലത്തെ. അങ്ങനെ ചെയ്താലും പ്രശ്നമില്ല. ബേസിക്കലി ഈ എൻട്രി ഇവിടെ നിന്നാണ് കിട്ടിയത് കേട്ടോ. ഒരു മൊമെൻറ്റം വന്നപ്പോഴാണ് ഈ എൻട്രി എടുത്തേക്കണത്. അപ്പം അങ്ങനെയാണ് ഈ എൻട്രി വന്നത്. അങ്ങനെയാണ് ഫുൾ ടാർഗറ്റ് വന്നതാണ് 100 പോയിന്റ്. പിന്നെ ഇതേ എൻട്രിക്ക് മുകളിലും ഉണ്ടായിരുന്ന ഒരു ചാൻസ്, അതായത് ഈ പ്രൈസിൽ തന്നെയാണ്, ഈ ലിമിറ്റിലാണ് കിട്ടുക. 602.90 കിട്ടുക. ഇതും ഒരു 1:1 കണ്ടിട്ട് എസ് എല്ലിക്ക് വരുമായിരുന്നു. 1:1 30 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് 23,200 റീ എൻട്രിയാണ്. 1:1 ആക്റ്റീവ് ആയെന്ന് പറഞ്ഞ ചാട്ടാണത്. നമ്മുടെ ട്രേഡ് കറക്റ്റായിട്ട് എടുക്കണവരും ഉണ്ട് കേട്ടോ. നല്ല രീതിക്ക് വരുന്ന ട്രേഡുകൾ നല്ല രീതിക്ക് എടുക്കണവരും ഉണ്ട്. അപ്പോൾ ആരൊക്കെ പ്രോഫിറ്റിൽ തന്നെ ആയിരിക്കും. ഫ്രീ ഗ്രൂപ്പിലത്തെ കാര്യമാണ് പറയണത്. അപ്പോൾ ഇതാണ് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പ്. ഫ്രീ ഗ്രൂപ്പിന് ശേഷം നമ്മൾ കുറച്ച് കോൾസും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിലും ബാങ്കിലൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കോൾസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരെണ്ണമാണ് എസ് എൽ ഹിറ്റ് ആയിരിക്കണത്. ഒരെണ്ണം പെയ്ഡ് ഗ്രൂപ്പിൽ ഒരു എൻട്രിയാണ് നമുക്ക് എസ് എൽ ഡയറക്റ്റ് ഹിറ്റ് ആയിരിക്കണത്. ബാക്കിയൊക്കെ അത്യാവശ്യം പോയിന്റ് വന്നിട്ടാണ് എസ് എല്ലിക്ക് വന്നത്. അതിന് മാത്രം ടാർഗറ്റ് വന്നിട്ടില്ല കേട്ടോ. സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അതിന് മാത്രം ടാർഗറ്റുകളില്ല. ആ ഒരു ഒറ്റ ടാർഗറ്റേ വന്നിട്ടുള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ. പിന്നൊക്കെ ഒരു 1:2, 1:3, 1:4 അങ്ങനത്തെ ലെവലിലുള്ള എൻട്രികളായിരുന്നു.
നമ്മളിതിൽ മെയിനായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്ക് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് ഞാൻ അതിൽ പ്രൈസ് പറയണ ഒരു മെത്തേഡാണ്. അപ്പോൾ സ്ട്രൈക്കുകളൊക്കെ നോക്കാൻ അറിയണവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രൈക്കുകളായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പ്രൈസുകൾ അത് ഞാൻ പറഞ്ഞുതരും. അങ്ങനെ പ്രോഫിറ്റ് എടുത്ത ആൾക്കാർ കുറച്ചുണ്ട് അതിൻ്റെ ഉള്ളിൽ. അത് വേറെ എൻട്രികളാണ്, പേഴ്സണലി ഞാൻ കൊടുക്കുന്ന എൻട്രികളാണ്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി എൻട്രീസ് കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ, കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള പ്രൈസ് റേഞ്ചുകൾ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഈ പെയ്ഡ് ഗ്രൂപ്പിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു വലിയൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ കോഴ്സ് മാത്രം എടുത്ത് നിങ്ങൾ പ്രോഫിറ്റ് എടുക്കുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് കൂടിയും കോഴ്സൊക്കെ കൊണ്ടുവന്നിട്ട് സെപ്പറേറ്റ് പ്രോഫിറ്റ് ഇൻഡിവിജ്വലി ഉണ്ടാക്കാൻ പറ്റുന്നൊരു സെറ്റപ്പും കൂടി ഞാൻ പെയ്ഡ് ഗ്രൂപ്പിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെയും പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ട്രേഡിങ് ഗൈസ്. പെയ്ഡ് ഗ്രൂപ്പിൽ അതിന് മാത്രം ട്രേഡൊന്നും വന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ ഫുൾ ടാർഗറ്റ് ഒന്നും വന്നിട്ടില്ല. ഒരു മിനിമം പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് പെയ്ഡ് ഗ്രൂപ്പിൽ നിന്ന് ഉണ്ടായിട്ടുള്ളൂ. അത് നമുക്ക് എക്സ്പീരിയഡ് ഡേ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നിഫ്റ്റിക്ക്. നമുക്ക് പിന്നെ ബാങ്ക് നിഫ്റ്റിയിലാണ് അത്യാവശ്യം ഈ പറഞ്ഞ 1:2, 3, 4 ഒക്കെ വന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. നിഫ്റ്റിയിൽ 1:1, 1:2 അതിൻ്റെ മുകളിലേക്ക് ഒരു പോക്കുണ്ടായിട്ടില്ല എന്ന്. ഒരു 2 വരെയൊക്കെയാണ് നിഫ്റ്റിയിൽ വന്നിട്ടുള്ളൂ. 1:2 വരെയൊക്കെയാണ് വന്നിട്ടുള്ളൂ, 20 പോയിന്റ്. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ലൈക്ക് ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങളുടെ ലോസിൽ നിൽക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ഏൺ ചെയ്യുക. എന്നിട്ട് ഫ്രീ ഗ്രൂപ്പിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നുണ്ട്. പ്ലസ് നമ്മുടെ കണ്ടീഷൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനത്തെ സെറ്റപ്പിൽ മാത്രമേ നിങ്ങൾ പെയ്ഡ് ഗ്രൂപ്പിലേക്ക് വരിക. എന്നാലാണ് പെയ്ഡ് ഗ്രൂപ്പിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെയ്ഡ് ഗ്രൂപ്പിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഉള്ളത്തെ സത്യം. നിങ്ങൾക്ക് നമ്മുടെ കണ്ടീഷൻ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതിവിടെ ഡിമാൻഡ് ചെയ്യണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ കണ്ടീഷൻ കറക്റ്റായിട്ട് പഠിക്കുക. എൻ്റെ കണ്ടീഷൻ കറക്റ്റായിട്ട് പഠിച്ചാലാണ് നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് സക്സസ് ആകാൻ പറ്റുള്ളൂ. അതായത് ബയേഴ്സ് ക്ലോസിങ്, സെല്ലേഴ്സ് റേഷൻ, ഈ 2 സംഭവം നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കണം. ട്രേഡിംഗ് വ്യൂര് ഇത് കറക്റ്റായിട്ട് വരച്ചിടണം. ഈ 3 സെറ്റപ്പ്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് ഗ്രൂപ്പിൽ ഒന്ന് ഏൺ ചെയ്യാം. ഈസിയാണ്. ഞാൻ പിന്നെ അല്ലെങ്കിൽ ഇൻഡിവിജ്വലി ഞാൻ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ട്രൈക്കിൽ വേണമെന്ന് അതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞുതരും. അതൊക്കെ പെയ്ഡ് ഗ്രൂപ്പിലത്തെ അഡ്വാൻറ്റേജസ് ആണ്. നിങ്ങളൊരു ഫണ്ട് വന്ന് കയറുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് അത്. പിന്നെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. പിന്നെ അപ്സ്റ്റോക്കിലും ഡെൽറ്റ എക്സ്ചേഞ്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ DM ചെയ്യുക. ഞാൻ ലിങ്ക് തരുന്നതായിരിക്കും അതിൻ്റെ. പത്രങ്ങളിൽ ഇന്നത്തെ വീഡിയോ. മിക്ക വെള്ളിയാഴ്ചകളിലും നമുക്ക് നല്ല എൻട്രീസ് വരാറുണ്ട്. നാളെയും കിട്ടുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.